സുഹൃത്തുക്കൾ എന്ന മെതിവണ്ടിയായിരിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരെയും ഇങ്ങനെ പ്രോസസ്സിൽ കൂടെ കടത്തിവിടാൻ തമ്പുരാൻ ഓരോ മതിവണ്ടിയായിരിക്കും ഇല്ലേ. ചിലപ്പോൾ ഞാനും ഓർക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പം ഞാൻ മലമറിക്കുന്നൊക്കെയുള്ള ചിന്തയിലൊക്കെയാണ് വന്നേ. പക്ഷേ അവിടെ നമ്മളെ മെതിക്കാനും ഒരുക്കാനും ഉതുക്കാനും ഒക്കെ ആയിട്ട് തമ്പുരാൻ ഏതെങ്കിലും ഒരു വിശ്വാസിയെ വെച്ചിരിക്കും. ആ വിശ്വാസികളൊക്കെ ഉണ്ടെങ്കിലേ ഈ പാർശ്വ ശരിയാകത്തുള്ളൂ. ചിലപ്പോൾ അവരെ ഇങ്ങനെ മുഖത്ത് നോക്കി എൻ്റെ പൊന്നെ, ചില സമയത്തൊക്കെ ചിലരുടെയൊക്കെ വിറയിലും വിറച്ചിലും ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഒന്നും അല്ല, അപൂർവം ചില മെതിവണ്ടിയൊക്കെ കാണത്തും. 1000 പേര് സ്നേഹിക്കാൻ മാത്രം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നെകളിച്ച് പോകുന്ന തമ്പുരാൻ അറിയാം. അപ്പോൾ അങ്ങനെ നെകളിക്കുമ്പോൾ ഒരുത്തനെ തമ്പുരാൻ വെക്കും. എന്തിനാണ്? മെതിവണ്ടി കേട്ടാൽ അവനെ മാറ്റാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പുണ്യോദേശി നമ്മളെ ശരിയാക്കാൻ വേണ്ടി തമ്പുരാൻ അനുവദിച്ച ഒരാളാണ്. അപ്പം ചിലരുടെ വീട്ടിൽ എന്തായിരിക്കും, അമ്മായിമ്മ അവരിങ്ങനെ അടക്കി വാണ ഒരു വലിയ മഹൽ. എല്ലാവരും പറഞ്ഞു, പാസ്റ്ററേ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഓലപ്പരയായിരുന്നു, ഞാൻ അധ്വാനിച്ച് ഞാനാണ് ഈ ആ മനുഷ്യൻ കൊണ്ട് തന്നെല്ലാം കൂടെ വെച്ച് ചിട്ടി പിടിച്ച് പശുവിനെ വളർത്തി കോഴിയെ വളർത്തി താണ്ട് അപ്പുറത്തെ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തു, ഞാൻ വെച്ച് പിന്നെ ഞാൻ വീട് പണിതു, ഈ മക്കളെല്ലാം ഞാൻ വളർത്തി. അങ്ങനെ ഞാനിങ്ങനെ വലിയ ആളായിട്ടിരിക്കുമ്പോഴാണ് ഒരു കൊച്ചു പെണ്ണ് കയറി വന്നത്. അതോടുകൂടി അവരുടെ കഷ്ടകാലം ആരംഭിച്ചു. എൻ്റെ അമ്മച്ചി സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ മരുമോള് വന്നേ ഒക്കത്തുള്ളൂ. ഈ മരുമോളോ ഒറ്റമോളായിരുന്നു. അവളോ 12 മണി വരെ കിടന്നുറങ്ങി. അവിടെ വീട്ടിൽ അവൾ വിറപ്പിക്കും. അപ്പനൊക്കെ അവളെ കണ്ട പേടിയായിരുന്നു. അങ്ങനെ വിറപ്പിച്ചിരുന്ന പെണ്ണ് ചെന്ന വീട്ടിൽ അവളെ ഒതുക്കാൻ നല്ലൊരു അമ്മായിമ്മ. കുഴപ്പമില്ല മക്കളെ, അമ്മായിമ്മ അധികം നാളൊന്നും കാണത്തില്ല, നീ പേടിക്കണ്ട. പക്ഷേ നിന്നെ ഇങ്ങനെ സ്വർഗത്തിൽ കർത്താവിന് ഇഷ്ടത്തിൽ കൊണ്ടുചെല്ലണമെങ്കിൽ തമ്പുരാൻ അവിടെ ഒരു മെതിവണ്ടി വെക്കും. പേടിക്കല്ലേ, ആ മെതിവണ്ടി നമ്മളെ മെതിച്ചു കളയാനല്ല, പിന്നെ നമ്മളെ ഒരുക്കിയെടുക്കാൻ. ചിലരെ ഒതുക്കാൻ നല്ലൊരു നാത്തൂൻ കാണും, പേടിക്കരുത്, ആ നാത്തൂനെ തമ്പുരാൻ ഒതുച്ചിരിക്കുക. ചിലർ ഭയങ്കര സന്തുഷ്ടരായിരിക്കും, പക്ഷേ അവർക്കുണ്ടാകുന്ന മക്കൾ ചിലപ്പോൾ അവരെ ഇങ്ങനെ വല്ലാതെ വിഷമിപ്പിക്കും. ആ മക്കളെ ഓർക്കുമ്പോൾ അവരുടെ സകല പ്രൗഢിയും സകല സന്തോഷമൊക്കെ തീരും. എന്തിനാ? ചിലപ്പം അനുവദിക്കപ്പെട്ടത് ഒരു കാര്യമാണ്. ഈ മാതാപിതാക്കളും കുറച്ച് കണ്ണീരും പ്രയാസവും തമ്പുരാൻ്റെ എടുക്കലൊക്കെ ഇരിക്കണമെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു ചെറിയ വടി വെക്കുകയാണ്. അതിങ്ങനെ കരിഞ്ചീരകം തല്ലിയെടുക്കുന്ന പോലെ ഈ മക്കൾ മാത്രമല്ല അവിടെ വ്യത്യാസപ്പെടുക. അമ്മയുടെ അപ്പൻ്റെയും കണ്ണീര് കൊണ്ട് മക്കൾ വ്യത്യാസപ്പെടുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ മക്കൾ പഴിച്ചു പോയപ്പോൾ ഞാൻ എൻ്റെ മക്കളെ മര്യാദയ്ക്ക് വളർത്തിയതാ, ഇങ്ങനെ വേണം വളർത്താൻ എന്ന് പറഞ്ഞ ധാഷ്ട്യം ഒതുക്കണമെങ്കിൽ കർത്താവിന് ചെറിയൊരു അടി കൊടുക്കും. ചിലരുടെയൊക്കെ ധാഷ്ട്യം കണ്ടോ, ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെയല്ല വളർത്തിയത്, മറ്റാരും നശിക്കാൻ വേണ്ടി വളർത്തിയല്ല പ്രിയരെ, ഇങ്ങനെയൊക്കെ ആയിപ്പോയതാ. അപ്പം പിന്നെ ആ ധാഷ്ട്യത്തെ ഒന്ന് തകർക്കണ്ടേ? അതിന് തമ്പുരാൻ ചിലപ്പം താണ്ട് ഒരു കൊച്ചുവടിയെ വെച്ചിരിക്കും. അതെന്തിനാണ്? നമ്മളെ കൂടെ പണിയാനാണ്. അപ്പോൾ എല്ലാവരെയും പണിയാൻ ചിലരെ പണിയുന്നുണ്ട്. എനിക്കൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, എൻ്റെ പൊന്നെ, കഷ്ടകാലത്തിന് അവന് വണ്ടി എടുത്താൽ 100 പോകത്തുള്ളൂ. എയർപോർട്ടിൽ പോവാ, എടാ 100 പോണ്ടടാ, ഇച്ചിരി പതുക്കെ പോടാ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ ചേരണം, അവൻ 10 മൈൽ സ്പീഡിൽ പോകും. അവൻ എന്നെ കൊണ്ട് 5 കിലോമീറ്റർ 1 മണിക്കൂർ എടുത്ത് പോകാൻ എനിക്ക് പണി തരികയാണ്. അത് കഴിഞ്ഞപ്പോൾ എടാ സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ 100, 120 കയറി. ഞാൻ ഇറങ്ങിപ്പോട്ടെന്ന് കർത്താവ് കുറച്ച്, നിന്നെ മര്യാദയാക്കാൻ ഇതൊക്കെ ഒക്കത്തുള്ളൂ. അപ്പം നമ്മളെ ഇങ്ങനെ പണിയാൻ വേണ്ടി തമ്പുരാൻ എവിടെയെങ്കിലും ഓരോന്നിനെയൊക്കെ കൊണ്ടുവെക്കും. എന്തിനാണെന്നറിയാമോ? ഒറ്റക്കാരിയാണ്, നമ്മളെ പണിതെടുക്കാൻ കർത്താവിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഏതോ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന 1000 പേർ എന്തിനാ കർത്താവേ എന്ന് ചോദിക്കുന്ന കുറേ പേർ ഇതൊക്കെ കേൾക്കുന്നില്ലേ? കുറേ ദൈവദാസന്മാർ കാണും, കർത്താവേ എന്തിനാ ഈ മുള്ളൊക്കെ? നമ്മളെ തമ്പുരാൻ്റെ പദ്ധതിയിൽ പണിതെടുക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ഒരു മുള്ള. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ഞാൻ വിദേശയാത്രകൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ തുടങ്ങിയതൊരു പ്രത്യേക സമയത്താണ്. 10-20 വയസ്സുള്ള സഭയിലൊരു പയ്യൻ മറ്റൊരു പയ്യനെ അടിക്കാൻ വേണ്ടി സഭയിലെ പിടിച്ചു. അവൻ ഗായികമായിട്ട് വന്ന് ഇവനെ അടിക്കുമെന്ന് അവൻ്റെ കൂടെ ഗായികയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ കയറി കിടന്നേ ഒക്കത്തുള്ളൂ. അവന് കോളേജിൽ പഠിക്കുന്നത്, ഞാൻ എൻ്റെ മോൻ്റെ പ്രായം പോലും വേണമെങ്കിൽ ഒരു പക്ഷേ ഇച്ചിരി നേരത്തെ നമ്മൾ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നമ്മുടെ പ്രായമുള്ളൊരു മോൻ, അവനെ ഞാൻ കൊണ്ടുനടന്നൊരു കൊച്ചനാണ്. അവൻ താണ്ട് എൻ്റെ കൂട്ടത്തിലുള്ളൊരു. അപ്പോൾ ഇതെല്ലാം അവസാനം നമ്മൾ ഉണ്ടാക്കി വരത്തില്ല, മോനെ അടിക്കല്ലടാ, ആ വിഷം വിടറ, അവൻ വിടത്തില്ല, അവനെ അടിച്ചേ ഒക്കത്തുള്ളൂ. അവസാനം ഞാനെന്ത് ചെയ്തു? അവനിങ്ങനെ ഇവനെ അടിക്കാൻ നിൽക്കുക, ഞാൻ അവൻ്റെ കാലേ കിടന്നു. എടാ ഈ പ്രശ്നം പെടി, എനിക്കങ്ങ് സങ്കടമായി. രാത്രി സന്ധ്യ സംഭാഷണം നടത്തുകയാണ്, പക്ഷെ തീരുന്നില്ല. ഞാൻ കമണ വീണ് എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാനൊന്ന് വിവാഹം കഴിച്ചെനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ അടുത്തിപ്പുണ്ട്. പക്ഷെ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാനും എൻ്റെ കാലേ കിടന്നു. 1-2 മിനിറ്റ് അല്ല, 20 മിനിറ്റ് അവൻ എന്നെ കാലേ കിടത്തി. ഞാൻ പറഞ്ഞടാ, നീ കൈവച്ച് എൻ്റെ തലയെ തൊട്ട് ഈ വിഷം വിട്ടെന്ന് പറയാതെ ഞാൻ എഴുന്നേക്കത്തില്ല. കാരണം അവനെ തല്ലിയ പിന്നെ അവനാരും ഇല്ലാത്തൊരു കൊച്ചനാണ്, അതിൻ്റെ പുറകെ ഞാൻ പോകണം. ഇവനെന്നെ 20 മിനിറ്റ് കാലേ കിടത്തി. സർവ്വ അഹന്തയും സർവ്വ ജഡവും സർവ്വ കുടുംബ പാരമ്പര്യവും ഇങ്ങനെ ഉരുകിപ്പോവുകയാണ്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ നടന്നൊരു കൊച്ചുപദേശം, അവൻ അപ്പളാ കയറി വന്ന. അവനെ ഒരു 10-12 വർഷം ആ മോനെ എൻ്റെ കൂടെ നടന്ന.
ഞാൻ കാലേ കിടക്കുന്ന കണ്ടപ്പോൾ ഇവനങ്ങ് സങ്കടമായി. ഇവൻ ചാടിക്കയറി വന്ന്, നീ എൻ്റെ അച്ചാച്ചനെ കാലേ കിടത്തി, എന്നാൽ നീ എന്നെ കാണിക്കടാ, ഞാൻ നീ കാണിക്കടാന്ന് പറഞ്ഞു. അവൻ തിരിഞ്ഞു, നിനക്കിട്ടുണ്ട്, നിന്നെ ഞാൻ വിടത്തില്ല. ഞാൻ വീണ്ടും കിടന്നു ഉപദേശി അടിക്കാതിരിക്കാൻ. അങ്ങനെ ഒരു 30 മിനിറ്റോളം ഒരു കൊച്ചിയർക്കെൻ്റെ കാലയിൽ. ആ രാത്രിയൊന്നും എനിക്കിപ്പോൾ ഓർക്കാൻ പോലും സങ്കട. പക്ഷെ ഞാൻ എഴുന്നേറ്റതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഖത്തറിന് വിസ കിട്ടി. പിന്നെ അന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ചില മെതുവണ്ടിയൊക്കെ കയറ്റി ഉരുട്ടിയെങ്കിലേ തമ്പുരാൻ്റെ ഇഷ്ടത്തിൽ നമ്മളൊക്കെ പണിയപ്പെടുത്തും. അതിന് ദൈവം അനുവദിക്കുന്ന ചില വഴികളുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എക്കാലവും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എക്കാലവും യോസഫിനെ മെതിക്കാൻ ഒരു പൊത്തിപ്പേറിൻ്റെ ഭാര്യയുണ്ടോ? എക്കാലവും യോസഫിനെ തല്ലാൻ സഹോദരന്മാരുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞൊരു നല്ല കാലമുണ്ട്. എക്കാലവും ഒരു പെനീന ഉണ്ടോ? ഇല്ല. എക്കാലവും ദാവീദിന്റെ പുറകെ ഒരു ശൗലുണ്ടോ? ഇല്ല. എക്കാലവും മൊർദെഖായിയുടെ പുറകെ ഒരു ഹാമാനുണ്ടോ? ഇല്ല. അതുണ്ടായിരുന്നുകൊണ്ടാ അവർക്ക് ആധാർ മാസം ഇന്നും ഉള്ളത്. അതുണ്ടായിരുന്നുകൊണ്ടാ ഇതെല്ലാമായിട്ടും എൻ്റെ ഹൃദയപ്രകാരം എന്നുള്ള മനുഷ്യനായി ദാവീദും മാറിയത്. ഇതെല്ലാം ആയതുകൊണ്ട് ഒറ്റയടിക്ക് കൊന്നവൻ അതിസൗമ്യനായ മനുഷ്യനായി അവന്റെ ശവടക്കത്തിന്റെ കർത്താവ് ഇറങ്ങി വന്നത് മോശ. എന്തിനാ കർത്താവെ എനിക്കിങ്ങനെ മക്കള്? എന്തിനാ കർത്താവെ എനിക്കിങ്ങനെ ഒരു കുടുംബജീവിതം? എന്തിനാ കർത്താവെ എന്നെ ഈ സഭയെ ശുശ്രൂഷിക്കുന്നുണ്ടോ? എന്തിനാ കർത്താവെ എന്നെ ഈ വീട്ടിൽ കെട്ടിച്ചു വിട്ടത്? കട്ട ഉഴുതപ്പെട്ടെങ്കിലേ വിത്ത് വിതയ്ക്കപ്പെടത്തുള്ളൂ. യവത്തിന്റെ മണ്ണെങ്കിൽ മെതിവണ്ടി കയറ്റിയെങ്കിലേ അത് കളപ്പുര ചെല്ലത്തുള്ളൂ. ജീരകവും ജീരകമൊക്കെ കോലുകൊണ്ടും വടി കൊണ്ടും അടിച്ചെങ്കിലേ അത് യജമാന്റെ ഇഷ്ടത്തിൽ പ്രയോജനപ്പെടുത്തുള്ളൂ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ. ഇങ്ങനെ കുറെ അടി കൊണ്ട് കുറെ വണ്ടി കയറി ഓടിയ പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നു. ഇന്നും ചിലതാൽ അടിക്കപ്പെടുന്ന കുറെ പേരൊക്കെ കേൾക്കുന്നില്ലേ? ചില തല്ലാൻ കടം മേടിച്ചവരായിരിക്കും. അവരുടെ കോള് വരുമ്പോഴേ അടിമുടി പറിക്കും. ഇതൊന്നും എക്കാലം ഇല്ല.